ഫ്രണ്ട്സ്, നമ്മളെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമ്മളെ പ്രാവിൻ്റെ കഫക്കെട്ടിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ എങ്ങനെ കഫക്കെട്ട് മാറ്റാനുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു നാടൻ മരുന്നായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകും. അപ്പോൾ ഗൈസ്, ഇതാണ് കഞ്ഞിക്കൂർക്കൽ എന്ന് പറഞ്ഞ ഇല. അപ്പോൾ ഇതാണ് നമ്മളെ പ്രാവിൻ്റെ കഫക്കെട്ട് മാറ്റാനുള്ള മെയിനായിട്ടുള്ളൊരു നാടൻ മരുന്ന്. അപ്പോൾ ഇത് ചില വീട്ടിലൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അധിക വീട്ടിലും ഇത് ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ ഓരോരോ ഇല ആയിട്ട് അപ്പോൾ ഗൈസ്, നമ്മളിത് ഇല എടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് നല്ല വൃത്തിക്ക് കഴുകേണ്ടതുണ്ട്. അപ്പോൾ ഇത് നല്ലോണം വൃത്തിക്ക് കഴുകണം, അല്ലെങ്കിൽ ഇതിൽ ചെറിയ ചെറിയൊരു പ്രാണികളൊക്കെ വന്നിരിക്കുന്നതാണ്. അപ്പോൾ നല്ല വൃത്തിക്കൊന്ന് കഴുകുമ്പോൾ അതിൻ്റെ ഇലൻ്റെ അടിഭാഗമൊക്കെ നല്ല ഓരോ പ്രാണി വന്നിരുന്നിട്ട് ഓരോ പ്രാണികളൊക്കെ അതിൽ കാണാം. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞാണ് ഫസ്റ്റാണ് മഞ്ഞൾപ്പൊടി. അപ്പോൾ മഞ്ഞൾപ്പൊടി നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ഇഞ്ചിയാണ്. അപ്പോൾ നമ്മൾ ഇഞ്ചി തൊലി പോക്കിയിട്ട് ചെറിയ പീസാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമുക്കിതാ ഈ വലുപ്പം വരുന്ന ഒരു പീസ് മതി, ചെറിയ പീസ് മതി, ഓവറാക്കി എടുക്കരുത്. പിന്നെ വേണ്ടത് നമുക്കിതാ കറാമ്പട്ട എന്ന് ഇവിടെ പറയും. പിന്നെ കുരുമുളകാണ് വേണ്ടത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ എടുത്തിട്ടുണ്ട്. കുരുമുളകൊന്നും ഓവർ എടുക്കരുത്, ഒരു 3 എണ്ണം കയറി വന്നാൽ എടുത്താൽ മതി. അപ്പോൾ നമ്മൾ കറാമ്പട്ടയും കുരുമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു കപ്പ് എടുത്തിട്ട് അതിൽ നമുക്ക് വേണ്ട അളവിൽ വെള്ളം എടുക്കണം. പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് അളവിന് പറ്റിയൊരു വെള്ളം എടുക്കണം. അപ്പോൾ നമ്മൾ ഈ വെള്ളം എടുത്തതിന് ശേഷം ഈ വെള്ളം നല്ലോണം തിളപ്പിക്കേണ്ടതുണ്ട്. നല്ലോണം തിളപ്പിക്കുക. ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ഫ്ലാസ്കിലിട്ടിട്ടാണ് ഇത് തിളപ്പിക്കുന്നത്. നിങ്ങൾ ചെമ്പിലിട്ടാലും മതി. ചെമ്പിലിട്ടിട്ട് നല്ല രീതിക്ക് തിളപ്പിക്കുക. നമ്മൾ വേഗം പണി ചെയ്യാനാണ് ഫ്ലാസ്കിലിട്ടത്. അപ്പോൾ നല്ലോണം തിളപ്പിക്കുക. പിന്നെ നമ്മൾ ഈ ഒരു കുരുമുളക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. ചതച്ചതിൻ്റെ ശേഷം ആ കപ്പിലേക്ക് ഇടുക. ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി, ഓവർ പൊടിയാക്കണ്ട. ജസ്റ്റ് ചതച്ചിട്ട് ആ കപ്പിലേക്ക് ഇടാം. ഫ്രണ്ട്സ്, പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ഇഞ്ചി ചെറിയ ചെറിയ പീസാക്കുക. ചെറിയ ചെറിയ പീസാക്കിയതിൻ്റെ ശേഷം നമ്മൾ ആ കപ്പിലേക്ക് ഇടാം. ഇപ്പോൾ നമ്മളെ കറാമ്പൂ പട്ട നമ്മൾ അതിലേക്ക് ഇടാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ടിടാണ്. പിന്നെ നമ്മൾ കഞ്ഞിക്കൂർക്കലിടൊന്ന് ചെറിയ പീസാക്കുക. അതിൻ്റെ നീരൊക്കെ ഒന്ന് അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അതും അരിഞ്ഞ് പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇടാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻ്റ് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഓവർ ചെയ്ത് കുറച്ചിട്ടാൽ മതി. പിന്നെ പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചൂടാക്കാൻ വെച്ച വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം മാത്രം ഇതിൽ വയ്ക്കുക. നമ്മളൊരു മീഡിയം ലെവലിൽ വെള്ളം എടുത്താൽ മതി. നമുക്ക് 1/2 കപ്പിനുള്ള ഇൻഗ്രീഡിയൻസാണ് നമ്മൾ ഇതിലെടുത്തിട്ടുള്ളത്. നമ്മൾ നല്ല ചൂടുള്ള വെള്ളത്തിൽ തന്നെ ആക്കിയിട്ട് ഇത് മൂടി വെക്കുക. എന്നിട്ട് നല്ലോണം ചൂടാറിയതിന് ശേഷം എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ ചൂടാറിയിട്ടുണ്ട്. നമ്മൾ ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇതെടുത്തത്. ഫ്രണ്ട്സ്, ഇതൊന്ന് ഇളക്കി കാണിച്ചില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞാൽ. ഈ ഒരു മൈനക്ക് കഫക്കെട്ട് വന്നിട്ട് ഇപ്പോൾ നമ്മൾ മരുന്ന് കൊടുത്ത് ഏകദേശം ഇപ്പോൾ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3-4 ദിവസമായി ഉണ്ടാക്കിയ മരുന്ന് കൊടുത്തിട്ട്. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെ കൊടുക്കണ രീതി ഒന്ന് കാണിച്ചു തരാം.
അപ്പോൾ പ്രാവിന് കൊടുക്കുമ്പോൾ ഏകദേശം ഒരു 10 ml കൊടുത്താൽ മതി. കഫക്കെട്ട് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മരുന്ന് 2-3 ദിവസം കൊടുത്തിട്ട് റിസൾട്ട് കിട്ടിയപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വിചാരിച്ചതാണ്. പിന്നെ ഏകദേശം മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കഫക്കെട്ട് ഇല്ലാത്ത പ്രാക്കൾക്ക് ഒന്ന് കൊടുക്കുന്നത് നല്ലതാണ്. വയറ്റിലുള്ള ആരോഗ്യം മെച്ചപ്പെടാനുള്ള നല്ലൊരു മരുന്നാണ്. അപ്പം നമുക്ക് ഒരു പ്രാവിനും കഫക്കെട്ടുണ്ട്, അതിനും കൂടി ഒന്ന് കൊടുത്തിട്ടാണ്. ഇപ്പോൾ ഗൈസ് നമ്മൾ ഒരു വേറെ പോറ്റ് പോയിട്ട് നമ്മൾ അവിടുന്ന് 2 പ്രാവിനെ എടുത്തതാണ്. അപ്പോൾ അവർ സൂക്കടായിട്ട് മാറ്റിയിട്ട് 2 പ്രാക്കളാണ് നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് തന്നപ്പോൾ നമ്മൾ എടുത്തതാണ്. ഈ ഒരു സബ്ജമൈനി സുർമമൈനിനെ നമ്മൾ എടുത്തത്. അപ്പോൾ നമ്മൾ ഇതിനെ 2നെ നമ്മളിപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല കൊട്ടലൊക്കെ വന്നിട്ട് മെലിച്ചിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഒരു വീഡിയോ നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ ഇതിനും ചെറിയൊരു കഫക്കെട്ട് വന്ന ഇത് തോന്നിയപ്പോൾ നമ്മൾ ഈ മരുന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ മരുന്ന് കൊടുക്കുമ്പോൾ പ്രാവിന് വേറെ ഫുഡൊന്നും കൊടുക്കണ മുന്നേ ഈ മരുന്ന് അടിച്ചു കൊടുക്കണതാണ് ഒന്നും കൂടി നല്ലത്. അപ്പോഴേ ഇതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിത് 2 നേരമാണ് കൊടുക്കേണ്ടത്. ഒന്ന് രാവിലെ ഒന്ന് വൈകുന്നേരം വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളെ പ്രാവിന് കഫക്കെട്ട് വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ വീഡിയോ എത്ര ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.